ജനങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണാ ഈ തോറ്റുപോയത്? ആശാനെ ആൾക്കാർ വോട്ട് ചെയ്ത് കാണത്തില്ല, അതാണ്. മിഷൻ കംപ്ലൈന്റ് കാണും, അല്ല എന്തുവാ? ശരിയാ, എനിക്ക് സംശയമുണ്ട്. മിഷൻ കംപ്ലൈന്റ് ആയിരിക്കണം. അല്ലെ ഹാക്ക് ചെയ്താണെങ്കിലും മിഷൻ ആയിരിക്കും. കാരണം വികസിത രാഷ്ട്രമായ അമേരിക്ക വരെ ഇപ്പോഴും ബാലറ്റ് പേപ്പറാ. നമ്മുടെ ഇവിടെ എന്താണ് ഇത് ഇങ്ങനെ ആക്കിയത്? ജപ്പാനിലും ബാലറ്റ് പേപ്പറാ. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മാത്രമേ ഉള്ളൂ ബാലറ്റ് പേപ്പർ അല്ലാതെ ഈ മിഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാനതേ പറഞ്ഞു, ഈ മിഷൻ വന്ന മൊത്തം പ്രശ്നമായത്. അതാണ് നീ എത്ര കിലോ കപ്പ നമ്മൾ കൊടുത്തത്? ചില്ലറ കാശാണോ പോയത്? ചിക്കൻ എത്ര കിലോ ആയിരുന്നു? എല്ലാവരും കൂടെ ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്. എന്നിട്ട് ആരും നമ്മുടെ കൂടെ ഇല്ല. ഇപ്പൊ ആശാനെ സദ്യ കൊടുത്ത ഇല എണ്ണിയാ നോക്കിയാൽ തന്നെ നമ്മൾ ജയിച്ച്. ആര് വോട്ട് ചെയ്തില്ല ഇല എണ്ണ? സദ്യ ഇട്ട ഇലയുടെ എണ്ണ എടുത്തില്ല ആശാൻ. ആ എണ്ണം നോക്കിയാൽ തന്നെ നമ്മൾ ജയിച്ചില്ലേ? എന്നിട്ട് ഉമ്മാർ എന്നാ പണിയാ കാണിച്ചത്? എത്ര വോട്ട് കിട്ടിയായിരുന്നു? 2 വോട്ടില്ലയോ? ഒരു വോട്ടാ വീണത്. ഒരു വോട്ടില്ല. ആത്മാർത്ഥമുള്ള ഒരുത്തൻ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതാരാ ആശാൻ? അത് ഞാനാ. എൻ്റെ ആശാനെ, ആശാൻ 5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ പറയുന്നത്. പിന്നെ എങ്ങനെ ആൾക്കാർ വോട്ട് ചെയ്യാനാ? എന്നെ ജയിപ്പിച്ച പഞ്ചായത്തിലേക്കല്ലേ? ഞാൻ പഞ്ചായത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. എവിടെ ഈ 5 വർഷമായിട്ട് ഇവിടെ കയറിയിട്ടുണ്ടോ? ആരെങ്കിലും വോട്ട് ചെയ്യോ? ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കണ്ടേ മാഷേ? ആൾക്കാരോട്ട് ഇന്ററാക്ഷൻ ഉണ്ടാകണം, അന്നെങ്കിൽ മാത്രമേ ആൾക്കാർ വോട്ട് ചെയ്യത്തുള്ളൂ. അവനെന്തോ ഇന്ററാക്ഷൻ ഉണ്ടായിട്ട് അവൻ എത്ര വോട്ട് കിട്ടി? വർഷത്തിൽ നമ്മൾ വന്ന് കാര്യങ്ങൾ സംസാരിക്കും, അവന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. കാര്യങ്ങൾ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വല്ലപ്പോഴെങ്കിലും നാട്ടിലിറങ്ങി നാട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് അവരുമായിട്ടൊക്കെ സംസാരിക്കണം. അതെങ്കിൽ മാത്രമേ ആൾക്കാർ നമുക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. വികസന പ്രവർത്തനം നടത്തുന്നെങ്കിലും മനസ്സിലാക്കേണ്ട ആൾക്കാർക്ക്. പിന്നെ അവരെന്തെങ്കിലും അങ്ങനെ ആൾക്കാർ വോട്ട് ചെയ്ത് അവന് വോട്ട് കിട്ടി. അവർ ഈ പഞ്ചായത്തിൽ ഈ വാർഡിലുണ്ടായിരുന്നു ആൾക്കാരുടെ ക്ഷേമ പ്രവർത്തനം അവർ കൂടെ ഉണ്ടായിരുന്നു. ആശാനെ കണ്ടിട്ടില്ല. അത് തന്നെ ആശാനം. ഞാനേ ഈ വെള്ള ഷർട്ടൊക്കെ മാറ്റുക. ഞാനും നാണക്കേടാന്ന് ആൾക്കാരെല്ലാം ഈ കതറിട്ടേണ്ടത് പണി ചെയ്യാത്തവനാന്നാ പറയുന്നത്. പണി ചെയ്തില്ലേ? എന്റെ കാശെല്ലാം നിങ്ങൾ കൊണ്ടുപോയില്ലേ? എത്ര രൂപ കൊണ്ടുപോയേക്കുന്നത്? അത് പറഞ്ഞിട്ട് കാര്യമുണ്ട് ആശാൻ. നമ്മൾ ജോലിയായി ജീവിക്കുന്ന ആൾക്കാരുടെ വിയർപ്പിന്റെ അസുഖമുള്ളൂ. അത് ശരി. ആശാനെ അതുകൊണ്ട് ജയിച്ച സ്ഥാനാർത്ഥിയാന്ന് തോന്നുന്നു. അവന്മാർ തുള്ളിച്ചാടി വരുന്നുണ്ട്. തല്ലി വാങ്ങിക്കൂ. കള്ള വോട്ട് ചെയ്ത് ജയിച്ചവന്മാരാ. കള്ളവോട്ടല്ല, ആൾക്കാർ ആത്മാർത്ഥമായിട്ട് വോട്ട് അവർക്ക് ചെയ്തു. അതാണ് വരുന്നത്. ആശാനെ വിടുന്നു, അതാണ് നല്ലത്. അല്ലെ ഞങ്ങൾ എൻ്റെ പുറകെ നിന്നു കേട്ടോ. അവർ ചിലപ്പോൾ നല്ല സാധ്യതയുണ്ട്. നമ്മളെന്തിനാ തോറ്റന്മാരെ തല്ലൂ? പിന്നെ കയ്യിൽ പതുപോലെ ആയിരുന്നല്ലോ. പൊട്ടിയത് അവനല്ലടാ, ഞാൻ ജയിച്ചില്ലേ? ഷഡ്ഡി അല്ലടാ, ചട്ടി. ചട്ടി ഞാൻ ചട്ടി. ചട്ടി ജയിച്ച സ്ഥാനാർത്ഥിയായിരുന്നു. ആശാൻ പുറകെ അടി വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ അറിയോ? ആശാനോ പ്രചരണത്തിനിടയ്ക്ക് അവർ പെടലി അടിച്ചു തിരിച്ചെന്ന് അവരെ പെടലിക്ക് സാധനം ഇട്ടിരിക്കുന്നത് കണ്ടില്ല നീ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം, അടി വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർ വരുന്നു. നോക്കി ആശാന്റെ പുറകെ നിന്നു. ഇത് ഞാൻ ഇന്നത്തോണ്ട് തീർത്തരാം. നീയോ? എന്ത്? ഇന്ന് ഞാൻ തീർക്കുന്നു. നിങ്ങളെ കണ്ടോ? സതീശ തല്ലരുത്. സതീശ പേടിപ്പിച്ച് കിട്ടാ മതി. സതീശ തല്ലരുത്. അക്രമം ഒന്നിനും പരിഹാരമല്ല. മൊട്ടത്തലയും പൊട്ടിപ്പോയേ. ചട്ടിപ്പോയേ, മൊട്ട പോയേ, മൊട്ടത്തലയും പൊട്ടിപ്പോയേ. സുഹൃത്തുക്കളെ, നമുക്ക് പുതിയൊരു സഹപ്രവർത്തനം കൂടെ കിട്ടിയിരിക്കുന്നത്. ചട്ടി പൊട്ടി, മൊട്ട പൊട്ടി, മൊട്ടത്തലയും പൊട്ടിപ്പോയേ. അവനവരോട് കാല് മാറി അവിടെ ചെന്ന് ചേർന്നു. ഞാനിപ്പോ എന്താ ചെയ്യാനിപ്പോ? നീ പോകരുത് എന്നെ വിട്ട്. ഞാൻ ആശാനെ വിട്ട് പോയാ മറ്റേ കാര്യം എടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും. ഇല്ല, ഞാൻ ഒരിക്കലും പോകത്തില്ല ആശാനെ വിട്ട്. ആശാനെ ഒന്ന് അടിക്കാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു. ആശാനെ ഒന്ന് അടി വാങ്ങി ഞാൻ പോവാ. ചട്ടി എവിടെ? ചട്ടി എന്റെ കയ്യിലല്ലേ? കൊണ്ടുവാ. അടിച്ചു പൊട്ടിടാ അവന്റെ പൊട്ടത്തല. അടിച്ചു പൊട്ടിയതാ അവന്റെ പൊട്ടത്തല. ആശാന്റെ നല്ല ബുൾസയായി. അയ്യോ, ഇനിയിപ്പോ എന്തോ ചെയ്യുന്നു? എന്റെ പെടലി അടിച്ചവനെ ഉണ്ടല്ലോ, ഞാൻ ഇന്ന് ചട്ടിക്കളിച്ചാൻ പൊട്ടിച്ച്. ഇനി ഇതൊരു പാഠമായിരിക്കട്ടെ.
തോറ്റിട്ടില്ല. ചട്ടിയല്ല ചട്ടിയാണ് ഓർക്കുക നീ. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, ചട്ടിയെല്ലാം തോറ്റിട്ടില്ല. ചട്ടിയല്ല ചട്ടിയല്ല ഓർക്കുക നീ മനുഷ്യരെ.